അപ്പോൾ എല്ലാവർക്കും അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നമ്മുടെ 7ാം ക്ലാസ്സിന്റെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് പാഠഭാഗങ്ങൾ എടുത്ത് ആരംഭിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് ടെക്സ്റ്റിൽ നമുക്ക് പഠിക്കാനുള്ളത് 2 യൂണിറ്റുകളാണ്. ഇംഗ്ലീഷ് ടെക്സ്റ്റിന്റെ 1ാം ഭാഗത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് 2 യൂണിറ്റുകളാണ്. ഒന്നാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് നേച്ചേഴ്സ് പ്ലന്റി, 2 എന്ന് പറയുന്നത് ടെയിൽസ് ആൻഡ് ട്യൂൺസ് എന്നിങ്ങനെ 2 യൂണിറ്റുകളാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. നമ്മുടെ 1ാം ഭാഗം ടെക്സ്റ്റിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് യൂണിറ്റ് 1 നേച്ചേഴ്സ് പ്ലന്റി അതിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് കാണാം വേൾഡ് ഫേമസ് സയന്റിസ്റ്റ് ആയ ആൽബർട്ട് ഐൻസ്റ്റീന്റെ ഒരു കോട്ടാണ് നമുക്ക് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതെന്താണ് നമുക്ക് നോക്കാം. ലുക്ക് ഡീപ്പ് ഇൻ ടു നേച്ചർ ആൻഡ് ദെൻ യു വിൽ അണ്ടർസ്റ്റാൻഡ് എവറിത്തിങ് ബെറ്റർ. അതായത് പ്രകൃതിയിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലുക, എങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി മനസ്സിലാകുമെന്നാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് നമ്മളിപ്പോൾ വായിച്ചത്. അപ്പോൾ നമുക്ക് മനസ്സിലാകും ഈ പാഠഭാഗം എന്തിനെ പറ്റിയാണ്. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഒരു ബന്ധത്തിനെ പറ്റി, അല്ലെങ്കിൽ ഒരു ആത്മബന്ധത്തിനെ പറ്റി പറയുന്ന ഒരു പാഠഭാഗമാണ്, ഒരു യൂണിറ്റ് ആണ് എന്ത് നേച്ചേഴ്സ് പ്ലന്റി എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ പാഠം പഠിച്ചു തുടങ്ങാം. അപ്പോൾ നമ്മുടെ പാഠം തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് ഇവിടെ ഒരു ന്യൂസ് പേപ്പർ ക്ലിപ്പിംഗ് തന്നിട്ടുണ്ട്. അത് ജസ്റ്റ് നമുക്കൊന്ന് വായിച്ച് എന്താണെന്നൊന്ന് നോക്കി എന്നിട്ട് നമുക്ക് നമ്മുടെ പാഠത്തിലേക്ക് കടക്കാം. അപ്പോൾ ന്യൂസ് പേപ്പർ ക്ലിപ്പിംഗ് നോക്കിക്കോളൂ. നേച്ചേഴ്സ് ഡോട്ടർ. അപ്പോൾ ആ ന്യൂസ് പേപ്പർ ക്ലിപ്പിംഗിന്റെ ഹെഡിങ് ആണ് നേച്ചേഴ്സ് ഡോട്ടർ, അഥവാ പ്രകൃതിയുടെ പുത്രി അല്ലെങ്കിൽ പ്രകൃതിയുടെ മകൾ എന്നൊക്കെ പറയാം. ജാർഖണ്ഡ്. ലിവിംഗ് ക്ലോസ് ടു നേച്ചർ ഈസ് ലിവിംഗ് ലൈഫ് ഇൻ ഫുൾ. അപ്പോൾ പ്രകൃതിയുമായി ഒരുപാട് അടുത്ത് ഇടപഴകുക എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ലിവിംഗ് ലൈഫ് ഇൻ ഫുൾ. ജീവിതം പൂർണ്ണമായി ജീവിക്കുക എന്നാണ് അതിനെ കൊണ്ട് അർത്ഥമാക്കുന്നത്. സൂര്യമണി സ്റ്റോറി വിൽ ഡെഫിനറ്റ്ലി ബി ആൻ ഐ ഓപ്പണർ ടു ദോസ് ഹു ഡെലിബറേറ്റ്ലി വോക്ക് അവേ ഫ്രം നേച്ചർ. അപ്പോൾ ഇതിലെ സൂര്യമണിയുടെ കഥ തീർച്ചയായും പ്രകൃതിയിൽ നിന്ന് വിട്ടുമാറി നിൽക്കുന്ന ആൾക്കാർക്ക് അവരുടെയൊക്കെ കണ്ണ് തുറക്കുന്ന ഒരു കഥ തന്നെ ആയിരിക്കും ഇതിലെ സൂര്യമണിയുടെ സ്റ്റോറി എന്ന് പറയുന്നത്. സൂര്യമണി ഈസ് എ ട്രൈബൽ നേച്ചർ ആക്ടിവിസ്റ്റ് ഹു ലവ്സ് ദ ഫോറസ്റ്റ് ആൻഡ് കൺസിഡേഴ്സ് ഇറ്റ് ആസ് ഹെർ ഓൺ. അപ്പോൾ ഇതിലെ സൂര്യമണി എന്ന് പറയുന്നത് ആരാണ്? ഇറ്റ്സ് എ ട്രൈബൽ നേച്ചർ ആക്ടിവിസ്റ്റ്. ഒരു പ്രകൃതി സ്നേഹിയായിരുന്നു, അല്ലെങ്കിൽ ഒരു പ്രവർത്തകയായിരുന്നു. Who loves the forest and considers it as her own. കാടിനെയൊക്കെ ഒരുപാട് സ്നേഹിച്ച് അത് അവളുടെ സ്വന്തമാണെന്ന് കരുതി സ്നേഹിച്ചു വന്നിരുന്ന ഒരു ട്രൈബൽ ആക്ടിവിസ്റ്റ് ആയിരുന്നു സൂര്യമണി. She loved the forest and knew that she could do something to save it. അവൾ അവളുടെ കാടിനെ ഒരുപാട് സ്നേഹിച്ചു. അവൾക്ക് she could do something and she knew that she could do something to save it. അവൾക്കറിയാം ഈ വനത്തിനെ സംരക്ഷിക്കാൻ അവൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് അവൾക്കറിയാം. In college, she became a part of Save the Forest movement. She went on nature walks with children on weekends, explaining that our survival is linked with the survival of forest. അപ്പോൾ എന്താണ്? In കോളേജിലായിരുന്നപ്പോൾ she became a part of Save the Forest movement. Save the Forest movement എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ഒരു ഭാഗമായിരുന്നു സൂര്യമണി. അപ്പോൾ എന്താണ്? She went on nature walk with children on weekends. അങ്ങനെ അവൾ അതിലുള്ള കുട്ടികളുമായിട്ടൊക്കെ വാരാന്ത്യങ്ങളിൽ ഓരോ വാക്ക് ഇതുപോലെ പുറത്ത് നടക്കാൻ ഇറങ്ങി ഈ പ്രകൃതിയും അല്ലെങ്കിൽ നമ്മുടെ ഭൂമി അല്ലെങ്കിൽ ഈ വനങ്ങളും മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിനെയൊക്കെ പറ്റി അവർക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു. വീക്കെൻഡ്സ് എക്സ്പ്ലെയിനിങ് ദാറ്റ് അവർ സർവൈവൽ ഈസ് ലിങ്ക്ഡ് വിത്ത് ദ സർവൈവൽ ഓഫ് ഫോറസ്റ്റ്. മനുഷ്യന്റെ നമ്മുടെയൊക്കെ സർവൈവൽ എന്ന് പറയുന്നത് ഫോറസ്റ്റിന്റെ സർവൈവലുമായി ലിങ്ക് ചെയ്തിരിക്കുന്നു, ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് അവൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു കുട്ടികൾക്ക്. അപ്പോൾ എന്താണ്? ഫോറസ്റ്റിന്റെയൊക്കെ ഒരു ഇമ്പോർട്ടൻസിനെ പറ്റി അവൾ പറയുമായിരുന്നു കുട്ടികളോട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് സൈഡിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതെന്താന്ന് നോക്കാം. വാട്ട് ഈസ് ദ ന്യൂസ് ഐറ്റം അബൌട്ട്? അപ്പോൾ ഇതിൽ ചോദിച്ചിരിക്കുന്ന ന്യൂസ് ഐറ്റം എന്തിനെ പറ്റിയാണ്? സൂര്യമണി വർക്ക്സ് ഹാർഡ് ടു സേവ് ദ ഫോറസ്റ്റ്. ഹാവ് യു എവർ മെയ്ഡ് എനി അറ്റംപ്റ്റ് ടു സേവ് നേച്ചർ? അപ്പോൾ ഇതിലെ സൂര്യമണി പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. നിങ്ങൾ അതുപോലെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അവർ സർവൈവൽ ഈസ് ലിങ്ക്ഡ് വിത്ത് സർവൈവൽ ഓഫ് ഫോറസ്റ്റ്. ഡു യു എഗ്രി? നമ്മുടെ മനുഷ്യന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് കാടിന്റെ വനങ്ങളുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആരുമായി ഡിസ്കസ് വിത്ത് യുവർ ഫ്രണ്ട്. നിങ്ങളുടെ ഒരു കൂട്ടുകാരനുമായി ഇതിനെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഈ കൊടുത്ത ന്യൂസ് പേപ്പർ ഹെഡ്ലൈൻ. അപ്പോൾ നമുക്ക് നമ്മുടെ പാഠത്തിലേക്ക് കടക്കാം. അപ്പോൾ പാഠത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ പാഠത്തിന്റെ പേരാണ് ഹൗ ഫാർ ഈസ് ദ റിവർ. എത്ര അകലെയാണ് ആ നദി എന്നാണ് ഈ പാഠത്തിന്റെ പേര്. ഹൗ ഫാർ ഈസ് ദ റിവർ. ഇതിന്റെ റൈറ്റർ ആണ് റസ്കിൻ ബോണ്ട്. റസ്കിൻ ബോണ്ട് എന്ന് പറയുന്ന എഴുത്തുകാരന്റെ ഹൗ ഫാർ ഈസ് ദ റിവർ എന്ന് പറയുന്ന കഥയാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കിക്കോളൂ. അപ്പോൾ അതിന്റെ മുകളിൽ കുറച്ച് കൊടുത്തിട്ട് നമുക്ക് വായിച്ചു നോക്കാം.
Here is a boy who set out on a trip to appreciate the beauty of nature. അപ്പോൾ ഈ കഥയിലെ മെയിൻ പ്രൊട്ടഗോണിസ്റ്റ് അല്ലെങ്കിൽ പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് ഒരു കുട്ടിയാണ്. Who set out on a trip to appreciate the beauty of nature. പ്രകൃതിയുടെ ഭംഗിയെ അടുത്തറിയാൻ വേണ്ടി യാത്ര പുറപ്പെട്ട ഒരു കുട്ടിയുടെ കഥയാണ് ഇതിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. Where does he go? അവൻ എവിടേക്കാണ് പോകുന്നത്? What does he see there? അവൻ അവിടെ എന്തൊക്കെ കാണും? How does he feel? അവൻ അത് എങ്ങനെ അറിയും? എന്നൊക്കെയാണ് നമ്മൾ ഇപ്പോൾ നോക്കാൻ പോകുന്നത്. Between the boy and the river. അപ്പൊ നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. Between the boy and the river stood a mountain. ആ കുട്ടിക്കും ആ റിവറിനും ആ നദിക്കും ഇടയിൽ എന്തുണ്ടായിരുന്നു? ഒരു മൗണ്ടൈൻ, ഒരു കുന്നുണ്ടായിരുന്നു. The boy was young and the river was small. ഈ കുട്ടി എന്ന് പറയുന്നത് ഒരു കൊച്ചു പയ്യനായിരുന്നു, ഒരു ചെറിയ കുട്ടിയായിരുന്നു. And the river was small. നദി എന്ന് പറയുന്നതും ചെറുതായിരുന്നു. But the mountain was big. പക്ഷെ ആ കുന്നെന്ന് പറയുന്നത് എന്താണ്? ഒരുപാട് വലുതായിരുന്നു. The thickly forested mountain hid the river. ആ തിങ്ങി നിറഞ്ഞിരുന്ന വനം എന്ത് ചെയ്തിരുന്നു? ആ റിവറിനെ മറച്ചിരുന്നു. But the boy knew it was there. പക്ഷെ ആ കുട്ടിക്കറിയാം അവിടെ എന്തുണ്ടെന്ന് ആ കുട്ടിക്കറിയാം. ഈ തിങ്ങി നിറഞ്ഞ കാടുകളാൽ ചുറ്റപ്പെട്ട ഈ കുന്നിന്റെ അപ്പുറം അല്ലെങ്കിൽ മൗണ്ടൈൻ അപ്പുറം എന്തുണ്ട്? അവിടെ ഒരു റിവർ ഉണ്ട് എന്ന് ആർക്കറിയാം? നമ്മുടെ ഈ കഥയിലെ പ്രധാന മെയിൻ ക്യാരക്ടറായ ആർക്ക്? ആ കുട്ടിക്ക് അറിയാം. He had never seen the river with his own eyes. അവൻ ഇതുവരെ അവന്റെ കണ്ണുകൾ കൊണ്ട് അല്ലെങ്കിൽ അവൻ ഇതുവരെ നേരിട്ട് ആ റിവർ കണ്ടിട്ടില്ല. But from the villagers he heard of it. പക്ഷേ വില്ലേജേഴ്സ്, ആ ഗ്രാമത്തിലുള്ളവർ പറഞ്ഞ് അവൻ അതിനെപ്പറ്റി കേട്ടിട്ടുണ്ട്. Heard of it, of the fish in its water and of its rocks. എന്തിനൊക്കെ? Of the fish in its water. ആ റിവറിലെ മത്സ്യങ്ങളെ പറ്റി. And of its rocks. ആ റിവറിൽ ഉണ്ടാകുന്ന പാറകളെ പറ്റിയൊക്കെ അവന്റെ നാട്ടിലുള്ള ഗ്രാമീണർ പറഞ്ഞ് അവൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്തായിരുന്നു? ആ നദി അല്ലെങ്കിൽ ആ റിവർ ഒന്ന് കാണുക, അല്ലെങ്കിൽ അവനൊന്ന് പോയി കാണുക എന്നുള്ളതായിരുന്നു അവന്റെ ഒരു ആഗ്രഹം. He wished to touch the water and know it personally. അവൻ ആ നദിയിലെ ജലത്തിൽ ഒന്ന് തൊടാൻ ഒരുപാട് ആഗ്രഹിച്ചു. And know it personally. അതിനെ അടുത്ത് ഒന്ന് അറിയാൻ അവൻ ആഗ്രഹിച്ചു. He stood in front of his house on the hill opposite to the mountain. അപ്പോഴെന്താണ്? He stood in front of his house. അവന്റെ വീടിന്റെ മുന്നിൽ നിന്നു. On the hill opposite to the mountain. ആ മൗണ്ടൻ ഓപ്പോസിറ്റ് ഉള്ള കുന്നിലുള്ള അവന്റെ വീട്ടിൽ അവൻ ഇങ്ങനെ നിൽക്കുവാണ്. And gazed across the valley dreaming of the river. എന്നിട്ട് ആ താഴ്വാരയിലേക്ക് അവൻ നോക്കി നിന്നു. ഗേസ് എന്ന് പറഞ്ഞാൽ നോക്കി. ഡ്രീമിംഗ് ഓഫ് ദ റിവർ. ആ നദിയെപ്പറ്റി ആലോചിച്ച് അല്ലെങ്കിൽ നദിയെപ്പറ്റി ഓർത്ത് അവൻ ഇങ്ങനെ അതിനെപ്പറ്റി ഓർത്ത് ഇങ്ങനെ നോക്കി നിന്നു അവൻ. He was about 12 years old, a sturdy boy with untidy black hair and shining black eyes. അവൻ എന്ന് പറയുന്നത് he was about 12 years old. അവന് വെറും 12 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. And sturdy boy, 12 years old, a sturdy boy. 12 വയസ്സ് മാത്രം പ്രായമുള്ള സ്റ്റേഡി എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല ആരോഗ്യമുള്ള. അപ്പൊ 12 വയസ്സുകാരന്റെ ആരോഗ്യമുള്ള ഒരു നല്ല പയ്യനായിരുന്നു അവൻ. With untidy black hair. ഉഴപ്പിയ മുടിയും. And shining black eyes. തിളങ്ങുന്ന കണ്ണുകളോടും കൂടിയ ഒരു കുട്ടിയായിരുന്നു അവൻ. He had fine features and a clear brown skin. അവന് ഒരുപാട് നല്ല ഫീച്ചേഴ്സ്, ഒരുപാട് നല്ല ക്വാളിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു. എന്തായിരുന്നു? He had a clear brown skin. നല്ല ബ്രൗൺ കളറുള്ള സ്കിൻ, നമ്മളെയൊക്കെ പോലെ ഇരുനിറമുള്ള ഒരു കുട്ടിയായിരുന്നു അവനും. But his hands and feet were rough and scratched. പക്ഷേ അവന്റെ കൈ കാലുകളൊക്കെ എങ്ങനെയായിരുന്നു? റഫ് ആൻഡ് സ്ക്രാച്ച്ഡ്. റഫ് എന്ന് പറഞ്ഞാൽ നല്ല പരുക്കനായ, സ്ക്രാച്ച്ഡ് ഇതുപോലെ പാടുകളൊക്കെ വീണ കൈയും കാലുമായിരുന്നു അവൻ്റെത്. കാരണം എന്താണ്? He was barefooted. അവൻ നഗ്നപാതനായിരുന്നു. അവൻ ചെരുപ്പുകളൊന്നും ഉപയോഗിക്കില്ലായിരുന്നു നമ്മുടെ ഈ കുട്ടി. Not because he could not afford shoes. കാരണം എന്താണ്? അവന് ഷൂസ് വാങ്ങാൻ കഴിയാത്തത് കൊണ്ടല്ല അവൻ ചെരുപ്പുകൾ ഉപയോഗിക്കാത്തത്. പിന്നെന്താണ്? But because he liked the feel of warm stones and cool grass. എന്താണ്? Like the feel of warm stones. കല്ലിന്റെ ചൂടും and cool grass. പുല്ലിന്റെ ഒരു തണുപ്പുമൊക്കെ അറിയാൻ വേണ്ടി അവൻ എന്ത് ചെയ്തില്ല? അവൻ ഷൂസ് ഒന്നും ഉപയോഗിക്കില്ലായിരുന്നു. It was 11 o'clock and he knew his parents wouldn't return home till evening. അപ്പോൾ എന്താണ്? ഇവൻ റിവർ കാണാൻ പോകാനുള്ള തയ്യാറെടുപ്പിലൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അവനറിയാം ഇപ്പോൾ ഏതാണ്ട് സമയം 11 മണി ആയിരിക്കുന്നു.
ആൻഡ് ഹി ന്യൂ ഹിസ് പേരൻസ് വുഡിൻ റിട്ടേൺ ഹോം ടിൽ ഈവനിങ്. വൈകുന്നേരമാകാതെ അവന്റെ പേരൻസ് തിരിച്ചു വരില്ലെന്ന് ആർക്കറിയാം? നമ്മുടെ ഈ കുട്ടിക്ക് അറിയാം. There was a loaf of bread he could take with him. അവിടെ ഒരു ലോഫ് ബ്രെഡ്, ഒരു കഷ്ണം ബ്രെഡ് അല്ലെങ്കിൽ ബ്രെഡിന്റെ ഒരു പീസ് അവിടെ ഉണ്ട്. ഇത് അവനെ റിവറിലേക്ക് പോകുന്ന വഴി അവൻ എടുത്തു വയ്ക്കാൻ, അല്ലെങ്കിൽ പോകുന്ന വഴി കഴിക്കാനായിട്ട് അവനത് എടുത്തു വയ്ക്കാം. ആൻഡ് ഓൺ ദ വേ ഹി മൈറ്റ് ഫൈൻഡ് സം ഫ്രൂട്ട്സ്. പിന്നെ പോകുന്ന വഴി വേണമെങ്കിൽ കഴിക്കാൻ കുറച്ച് പഴങ്ങളും പറിക്കാമല്ലോ. ഹിയർ വാസ് ദ ഓപ്പർച്യൂണിറ്റി ഹി വെയിറ്റഡ് ഫോർ. അപ്പോൾ ഇത്രയും നാളും അവൻ കാത്തിരുന്ന ആ അവസരം അവന് ലഭിച്ചിരിക്കുകയാണ്, വന്നു ചേർന്നിരിക്കുകയാണ്. ഹിസ് മദർ ആൻഡ് ഫാദർ ഹാഡ് ഗോൺ ടു വിസിറ്റ് റിലേറ്റീവ്സ് ഫോർ ദ എൻറ്റയർ ഡേ ആൻഡ് ഹാഡ് ലെഫ്റ്റ് ഹിം ഓൺ ഹിസ് ഓൺ. അവന്റെ അച്ഛനും അമ്മയും അവന്റെ പേരൻസ് എവിടെ പോയേക്കുവാണ്? ഹാഡ് ഗോൺ ടു വിസിറ്റ് റിലേറ്റീവ്സ്. അവന്റെ ബന്ധുക്കളെ കാണാൻ പോയിരിക്കുകയാണ്. ആര്? ഇവന്റെ അച്ഛനും അമ്മയും. ഫോർ ദ എൻറ്റയർ ഡേ ഹി ഹാഡ് ലെഫ്റ്റ് ഹിം ഓൺ ഹിസ് ഓൺ. അവനെ അവന്റെ സ്വന്തം ഇഷ്ടപ്രകാരം വീട്ടിലാക്കിയിട്ട് ഇവന്റെ അച്ഛനും അമ്മയും എവിടെ പോയി? അവരുടെ റിലേറ്റീവ്സിനെ കാണാൻ പോയിരിക്കുകയാണ്. They won't know if he came home before dark. Before their return, they wouldn't know where he had been. അപ്പോൾ എന്താണ്? If he came home before dark, നേരം ഒരുപാട് ഇരുളുന്നതിന് മുന്നേ ഇവൻ എത്തിയാൽ, before their return, അവർ വരുന്നതിന് മുന്നേ, they won't know where he had been. അവൻ എവിടെ പോയെന്ന് അവർ അറിയില്ല. എന്താണ്? ഒരുപാട് നേരം ഇരുട്ടുന്നതിന് മുന്നേയും അവർ എത്തുന്നതിന് മുന്നേ അവൻ ആ റിവറിന്റെ അവിടെ പോയി അത് കണ്ട് തിരിച്ചെത്തിയാൽ ഇവൻ എവിടെ പോയെന്ന് ഇവന്റെ പേരൻസ് അറിയില്ല. He went into the house and wrapped the loaf in a newspaper. Then he closed all the doors and windows. എന്നിട്ട് അവൻ എന്ത് ചെയ്തു? He went into the house. അവൻ ആ വീടിനുള്ളിലേക്ക് കയറിയിട്ട് and wrapped the loaf in a newspaper. Wrapped എന്ന് പറഞ്ഞാൽ എന്താ? പൊതിഞ്ഞെടുത്തു. എന്ത്? ആ ബ്രെഡിന്റെ കഷ്ണം അവൻ പൊതിഞ്ഞെടുത്തു. Then he closed the door and windows. എന്നിട്ട് അവൻ എന്ത് ചെയ്തു? ആ വീടിന്റെ ജനാലകളും കതവും ഒക്കെ അടച്ചു. അപ്പോൾ നമുക്ക് മനസ്സിലാകും അവൻ എങ്ങോട്ടോ അവൻ ആ റിവർ കാണാൻ പോകാൻ ഇറങ്ങി. അപ്പോൾ അവന്റെ തയ്യാറെടുപ്പുകളൊക്കെ കഴിഞ്ഞ് അവൻ പോകാനായിട്ട് ഇറങ്ങി. അവൻ The path to the river dropped steeply into the valley, then rose and went round the big mountain. അപ്പോൾ എന്താണ്? The path to the river. ആ റിവറിലേക്കുള്ള വഴി എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു? Dropped steeply into the valley. അത് ആ താഴ്വാരയിലേക്ക് ഇറങ്ങി കുത്തനെ കിടക്കുന്നതായിരുന്നു. Then rose, പിന്നെ ഒരു കയറ്റം. And went round the big mountain. പിന്നെ ആ വലിയ കുന്നിനെ ചുറ്റി കിടക്കുന്ന വഴി. It was frequently used by the villagers. അത് ആരാണ്? അവിടുത്തെ വില്ലേജേഴ്സ് കൂടെ ഉപയോഗിക്കുന്ന വഴിയാണത്. The woodcutters, പിന്നെ ആര്? മരംവെട്ടുകാരും. Milkman, പാല് വിൽക്കുന്നവരും. മ്യൂൾ ഡ്രൈവേഴ്സ്, മ്യൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കോവർ കഴുത എന്നാ പറഞ്ഞത്. അപ്പൊ ഈ കഴുതയുടെ പുറത്ത് ലോഡൊക്കെ കൊണ്ടുപോകുന്ന ആൾക്കാരില്ലേ, അവരും ഒക്കെ യൂസ് ചെയ്യുന്ന വഴിയായിരുന്നു അത്. ബട്ട് there were no villagers beyond the mountain. പക്ഷെ ഈ കുന്നിനപ്പുറം അവിടെ ഒരു വില്ലേജേഴ്സോ അല്ലെങ്കിൽ ഒരു ആൾതാമസോ ഇല്ല. ബിയോണ്ട് ദ മൗണ്ടൻ ഓർ നിയർ ദ റിവർ. ആ നദിക്കടുത്തായിട്ടോ അല്ലെങ്കിൽ ആ കുന്നിനപ്പുറമോ അവിടെ ആൾതാമസമൊന്നുമില്ലാത്ത വിജനമായ ഒരു പ്രദേശമാണത്. അപ്പോൾ ഈ വഴി യൂസ് ചെയ്യുന്നത് അവിടുത്തെ വില്ലേജേഴ്സ് ആണ്. ഈ മൗണ്ടൻ അപ്പുറം ആ നദിക്ക് അരികിലായിട്ട് അവിടെ ആൾക്കാരോ ആൾതാമസമോ ഒന്നുമില്ല. The boy passed a woodcutter and asked him how far it was to the river. ഈ കുട്ടി ഇങ്ങനെ നടന്നു പോയപ്പോൾ അവന്റെ ഓപ്പോസിറ്റ് ആര് വന്നു? ഒരു വുഡ്കട്ടർ, ഒരു മരംവെട്ടുകാരൻ വന്നു. ആൻഡ് ആസ്ക്ഡ് ഹിം ഹൗ ഫാർ ഇറ്റ് വാസ് ദ റിവർ. കണ്ട മരംവെട്ടുകാരനോട് ഇവൻ എന്താ ചോദിച്ചത്? ഹൗ ഫാർ ഇറ്റ് വാസ് ടു ദ റിവർ. ആ നദിയിലേക്ക് എത്ര ദൂരമുണ്ട്? ഇവൻ ഇത്രയും നാളും ആഗ്രഹിച്ച് കൊതിച്ച് അവൻ അവിടെ പോയി കാണാൻ ആഗ്രഹിച്ചിരുന്ന നദിയിലേക്ക് ഇനി ഇവിടുന്ന് എത്ര ദൂരമുണ്ടെന്ന് അവൻ ആ മരംവെട്ടുകാരനോട് ചോദിച്ചു. ദ വുഡ്കട്ടർ വാസ് എ ഷോർട്ട് ബട്ട് പവർഫുൾ മാൻ. വുഡ്കട്ടർ എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു? ഷോർട്ട്, പൊക്കം കുറഞ്ഞ പവർഫുൾ മാൻ, നല്ല ബലവാനായ ഒരു മനുഷ്യനായിരുന്നു. വിത്ത് എ ക്രീസ്ഡ് ആൻഡ് വെതേർഡ് ഫേസ്. വിത്ത് എ ക്രീസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചുക്കിച്ചുളിഞ്ഞ, അതാണ് ക്രീസ്ഡ് എന്ന് പറയുന്നത്. ആൻഡ് എ വെതേർഡ് ഫേസ്. വെതേർഡ് എന്ന് പറഞ്ഞാൽ കരിവാളിച്ച, ഈ വേലും പൊടിയൊക്കെ ഏറ്റ് ജോലി ചെയ്യുന്ന ഒരാളല്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ഫേസ് എന്ന് പറയുന്നത് ചുക്കിച്ചുളിഞ്ഞ് കരിവാളിച്ചൊരു മുഖം. പിന്നെന്താണ്? അദ്ദേഹം ഷോർട്ടായിരുന്നു, ഒരു കൊച്ചു മനുഷ്യനായിരുന്നു. ആൻഡ് മസിൽ ദാറ്റ് സ്റ്റുഡ് ഔട്ട് ഇൻ ഹാർഡ് അഗ്ലി ലംസ്. പിന്നെ അദ്ദേഹത്തിന്റെ മസിലൊക്കെ എങ്ങനെ? സ്റ്റുഡ് ഔട്ട്, പുറത്തേക്ക് തള്ളി നിന്നു.
ഇൻ ഹാർഡ് അഗ്ലി ലംസ്. വളരെ വിരൂപമായ രീതിയിൽ മസിലൊക്കെ കയ്യിലും ഒക്കെ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് എന്താണ്? ആ വുഡ്കട്ടറിന്റെ ഒരു ക്യാരക്ടർ സ്കെച്ചാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ പണ്ട് ക്വസ്റ്റ്യനിലൊക്കെ കണ്ടിട്ടുണ്ട് നമ്മുടെ മെയിൻ ക്യാരക്ടറിന്റെയൊക്കെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ കഥയിലെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മെയിൻ പ്രൊട്ടഗോണിസ്റ്റ് എന്ന് പറയുന്നത് ആരാണ്? ഈ കുട്ടിയാണ്. അപ്പോൾ ഈ കുട്ടിയുടെ ക്യാരക്ടർ സ്കെച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ എല്ലാവരും അതൊന്ന് പഠിച്ചു വെച്ചിരിക്കുക. അത് ചോദിക്കുക, എക്സാമിനൊക്കെ ചോദിക്കാൻ ഉള്ള നല്ലൊരു ചോദ്യമാണത്. അടുത്തത് 7 miles he said. അപ്പോൾ ഈ വുഡ്കട്ടറിനോട് ഇവൻ ചോദിച്ചു അങ്ങോട്ടേക്ക് എത്ര ദൂരമുണ്ട്. അപ്പോൾ വുഡ്കട്ടർ പറഞ്ഞ എന്താണ്? 7 miles, 7 miles. he said which was fairly accurate. why do you want to know? അദ്ദേഹം പറഞ്ഞു ഏകദേശം അല്ലെങ്കിൽ ഒരു 7 miles ദൂരം കാണും, അത് ഏതാണ്ടൊക്കെ കറക്റ്റ് അത്രയൊരു ദൂരമുണ്ട്. എന്നിട്ട് എന്താ ചോദിച്ചത്? why do you want to know? അല്ല, നീ എന്തിനാണ് അത് അറിയുന്നത്? അപ്പോൾ ഈ ഒരു കൊച്ചു കുട്ടി വന്ന് വുഡ്കട്ടറിനോട് ചോദിച്ചു എനിക്ക് ഇതുപോലെ റിവറിലേക്ക് പോകുന്ന വഴി അറിയണം. അപ്പൊ അയാൾ ചോദിച്ചു നീ എന്തിനാണ് അങ്ങോട്ടേക്ക് പോകുന്ന വഴി അറിയുന്നത് എന്തിനാണെന്ന് അയാൾ ചോദിച്ചു. ഐ ആം ഗോയിങ് ടു ദ റിവർ സെഡ് ദ ബോയ്. അപ്പോൾ ആ പയ്യൻ പറഞ്ഞ എന്താണ്? ഞാൻ എങ്ങോട്ട് പോകുന്നു? നദിയിലേക്ക് പോകുന്നു. എല്ലാം ഒറ്റയ്ക്കോ? നീ ഒറ്റയ്ക്കാണോ നദിയിലേക്ക് പോകുന്നത്? വുഡ്കട്ടർ ചോദിച്ചു. ഓഫ് കോഴ്സ്, അതെ തീർച്ചയായും ഞാൻ ഒറ്റയ്ക്കാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ എന്താണ് ഇവന്റെ ഏറ്റവും വലിയ അടങ്ങാത്തൊരു ആഗ്രഹം സാധിക്കാൻ വേണ്ടി അല്ലെങ്കിൽ സഫലീകരിക്കാൻ വേണ്ടി പോവുകയാണ് ആ കുട്ടി. ബട്ട് ഇറ്റ് ഈസ് ടു ഫാർ. ഇറ്റ് വിൽ ടേക്ക് യു 3 hours ടു റീച്ച് ദെയർ. പക്ഷെ എന്താണ്? ഇറ്റ് ഈസ് ടു ഫാർ, അത് ഒരുപാട് ദൂരെയാണ്. ഇറ്റ് വിൽ ടേക്ക് യു 3 hours ടു റീച്ച് ദെയർ. ഏകദേശം 3 മണിക്കൂർ എടുക്കും നീ അവിടെ എത്താൻ. ആൻഡ് ദെൻ യു ഹാവ് ടു കം ബാക്ക്. പിന്നെ നീ തിരിച്ചു വരെയും വേണം. അപ്പോൾ ഒരുപാട് ദൂരമുണ്ട് നിനക്ക് ഇവിടുന്ന് അവിടം വരെ എത്തണമെങ്കിൽ നീ 3 മണിക്കൂറോളം സഞ്ചരിക്കണം. പിന്നെ നീ അവിടുന്ന് തിരിച്ചും വരണം. അപ്പോൾ നല്ല ദൂരമുണ്ട് നിനക്ക്. ഇറ്റ് വിൽ ബി ഗെറ്റിംഗ് ഡാർക്ക്. ബിസൈഡ് ഇറ്റ് ഈസ് നോട്ട് ആൻ ഈസി റോഡ്. അപ്പോഴേക്കും നേരം ഒരുപാട് ഇരുട്ടും. അതുമാത്രമല്ല അത് അത്ര നല്ല ഈസി അല്ലെങ്കിൽ അത്ര നല്ല എളുപ്പമുള്ളൊരു വഴിയൊന്നുമല്ല. ആ റിവറിലേക്ക് പോകുന്ന കുന്നും മലയൊക്കെ താണ്ടി പോകാൻ വലിയ പാടാണെന്ന് ആര് പറഞ്ഞു മനസ്സിലാക്കി? വുഡ്കട്ടർ ആ പയ്യനോട് പറഞ്ഞു. ബട്ട് ഐ എം എ ഗുഡ് വാക്കർ സെഡ് ദ ബോയ്. പക്ഷെ അവൻ എന്താ ഇതിൽ നിന്ന് പിന്മാറാൻ തയ്യാറായില്ല. ഇത്രയൊക്കെ കേട്ടിട്ട് അവൻ പറഞ്ഞത് എന്താണ്? ബട്ട് ഐ എം എ ഗുഡ് വാക്കർ. ഞാൻ നല്ലതുപോലെ അത്യാവശ്യം നല്ലതുപോലെയൊക്കെ നടക്കുന്ന ഒരാളാണ്. സെഡ് ദ ബോയ് ദോ ഹി ഹാഡ് നെവർ വാക്ക്ഡ് ഫർദർ ദാൻ ദ മൈൽ ഫ്രം ഹിസ് ഹൗസ് ടു ഹിസ് സ്കൂൾ. അവൻ എന്താണ് പറഞ്ഞത്? ഞാൻ അത്യാവശ്യം നല്ലതുപോലെയൊക്കെ നടക്കുന്ന ഒരാളാണ്. പക്ഷെ സത്യാവസ്ഥ എന്താണ്? അവൻ ഇതുവരെ അവന്റെ വീടിൽ നിന്ന് സ്കൂളിലേക്ക് പോകുന്ന ദൂരമല്ലാതെ അതിൽ കൂടുതലൊന്നും അവൻ ഇതുവരെ നടന്നിട്ടോ സഞ്ചരിച്ചിട്ടോ ഒന്നുമില്ല. പക്ഷെ അവൻ അയാളോട് എന്താണ് പറഞ്ഞത്? ഞാൻ അത്യാവശ്യം നല്ലതുപോലെയൊക്കെ നടക്കുന്ന ഒരാളാണ്, എന്നെ കൊണ്ട് ഇത് പറ്റുമെന്നുള്ള രീതിക്കാണ് അവൻ പറഞ്ഞത്. കാരണം എന്താ? അവന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമല്ലേ ഈ റിവർ പോയി കാണുക എന്നുള്ളത്. അപ്പോൾ അതിനു വേണ്ടിയാണ് അയാൾ വുഡ്കട്ടർ എത്രയൊക്കെ പറഞ്ഞിട്ടും അവൻ അതൊന്നും എനിക്ക് പ്രശ്നമല്ല, ഞാൻ അവിടെ പോയിക്കോളാം, അല്ലെങ്കിൽ ഞാൻ നല്ലതുപോലെ നടക്കുന്ന ഒരാളാണെന്നൊക്കെ അവൻ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ബോർഡിൽ കിടക്കുന്ന കുറച്ച് വേർഡ്സ് നോക്കുക. ഇത് നിങ്ങൾ ആദ്യമായി പരിചയപ്പെടുന്നതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഇതിനോടകം തന്നെ കേട്ട കുറച്ച് വാക്കുകളായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഈ കുറച്ച് വേർഡ്സും അതിന്റെ മീനിങ് ഒക്കെ എഴുതി ഒന്ന് പഠിക്കുക. നിങ്ങൾ ചിലപ്പോൾ ആദ്യമായി കേൾക്കുന്ന കുറച്ച് പേര് കാണും. അപ്പോൾ ആദ്യത്തെ വാക്ക് എന്ന് പറയുന്നത് ഗേസ്. ഗേസിന്റെ മീനിങ് ആണ് വീക്ഷിക്കുക അഥവാ നോക്കുക. അടുത്തത് സ്റ്റേഡി. സ്റ്റേഡി എന്ന് പറയുന്നതിന്റെ മീനിങ് ആണ് ഉറപ്പുള്ള. അടുത്തതെന്ന് പറയുന്നത് റാപ്ഡ്. റാപ്ഡ് എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് ആണ് പൊതിയുക. അടുത്തതെന്ന് പറയുന്നത് ക്രീസ്. ക്രീസ് എന്ന് പറയുന്ന വാക്കിന്റെ മീനിങ് ആണ് ചുളിവ്. അപ്പോൾ ഇത്രയും വാക്കുകൾ നിങ്ങൾ ആദ്യമായി കേൾക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഇതിനോടകം തന്നെ കേട്ടതായിരിക്കും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഇതൊന്ന് എഴുതിയെടുക്കുക. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ഇന്ന് ഇത്രയും കൊണ്ട് നിർത്തുകയാണ്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.